ഹായ് ഹലോ എവ്രി വൺ. നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇന്ന് മെയിനായിട്ടും എങ്ങനെ ഒന്ന് റീസെറ്റ് ചെയ്യാം, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതായിരിക്കും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ഇയറിൻ്റെ ഹാഫായി, നെക്സ്റ്റ് 6 മന്ത്സ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടാവാം. സോ നമുക്കറിയാം, ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ ഗോൾസും കുറേ പ്ലാൻസും റെസൊല്യൂഷൻസും ഒക്കെ എടുത്തിട്ടുണ്ടാകും. പലതും അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം, പലതും നമ്മൾ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ആൻഡ് ഇപ്പം പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. സോ ഒന്ന് പുതിയതായിട്ടൊന്ന് ഗോളൊക്കെ സെറ്റ് ചെയ്ത് നെക്സ്റ്റ് 6 മന്ത്സ് ഒന്ന് ഫോക്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ടാവാം. സോ നമ്പർ 1 എന്ന് പറയുന്നത് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാം. കഴിഞ്ഞ 6 മാസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാം. അപ്പം ഇവിടെ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ 6 മാസത്തിൽ ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളതൊന്ന് നോക്കാം. നമ്മുടെ ഗോൾസ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും എത്രത്തോളം അച്ചീവ്മെന്റ്സ് വന്നു എന്നുള്ളത് നോക്കുക. അതുപോലെ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോയിട്ടുള്ള കുറച്ച് ഡിസ്ട്രാക്ഷൻസോ അല്ലെങ്കിൽ നമ്മളെ ഡ്രെയിൻ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം ഡ്രെയിൻ ചെയ്തത് ചിലപ്പോൾ നമ്മുടെ ഒരുപാടുള്ള ഫോൺ യൂസേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പം ഇതൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് അത് എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് ജേർണൽ ചെയ്യാം. ഒരു ബുക്ക് എടുത്തിട്ട് ഇതെല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ട് ഒന്ന് ആൻസർ ചെയ്തിരുന്നാൽ മതി. നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇപ്പം ഞാൻ ഈ പോകുന്നത് ഈ ഒരു പാത്തിലാണ് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ്. ആൻഡ് ഫസ്റ്റ് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു റീസ്റ്റാർട്ട് പോലെയാണ് ഇപ്പം തുടങ്ങുന്നത്. അപ്പം ഈ ഒരു ടൈമിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ മൊത്തത്തിലൊരു ചേഞ്ച് എന്നുള്ള രീതിയിലേക്ക് വരുമ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഒന്ന് നമ്മുടെ ഡ്രസ്സിങ് ആണെങ്കിലും നമ്മുടെ ഹെയർ സ്റ്റൈൽ മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഹെയർ കട്ട് കൊടുക്കാം. അങ്ങനെ ഒന്ന് എക്സ്റ്റേണലും കൂടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ ഓക്കെ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യുവാണ് എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗോൾ ഒന്ന് സെറ്റ് ചെയ്യാം. മുമ്പ് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഗോൾ ആയിരിക്കണം എന്നില്ല, ഇപ്പം നമ്മുടെ പ്രയോറിറ്റീസ് ഒക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും. സോ ഗോൾ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 6 മന്ത്സിനേക്കുള്ളൊരു ഗോൾ സെറ്റ് ചെയ്യാം. അതായത് 25 ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് അച്ചീവ് ചെയ്യും എന്നുള്ള രീതിയിൽ. അതുപോലെ 3 മന്ത്സിനൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഈ ഒരു മന്ത് എൻഡ് ആകുമ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ഒരു 1 മന്തിനേക്കുള്ള ഗോളും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ഹാബിറ്റ്സിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് ഒന്ന് ഫൈൻഡ് ചെയ്യാം. ഇപ്പം നമുക്ക് വെയിറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 6 മന്ത്സിൻ്റെ ഗോള് മേ ബി ഒരു 6 kgs കുറയ്ക്കണം എന്നാണെങ്കിൽ 3 മന്ത്സിൽ നമ്മളൊരു 3 kgs ആയിരിക്കും കുറയ്ക്കാന്ന് വിചാരിക്കുന്നത്. ഒരു 1 മന്ത് 1 kg കുറയ്ക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിൽ വരുമ്പോൾ നമ്മൾ ഡെയിലി ടാസ്ക് അല്ലെങ്കിൽ ഡെയിലി ഹാബിറ്റിലേക്ക് വരുമ്പം കുറച്ച് കാര്യങ്ങളിലേക്ക് ഷുഗർ കട്ട്, വർക്കൗട്ട്, അതുപോലെ ജങ്ക് ഫുഡ് കട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡെയിലി നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാകും. അത് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ആൻഡ് നമ്മളെ ഗോൾസിന് ഫോക്കസ് ചെയ്യാതെ ഈ സിസ്റ്റത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വിഷൻ ബോർഡും സെറ്റ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ ഗോൾസിൻ്റെ ഒരു പിക്ചർ ഫൈൻഡ് ചെയ്തിട്ട് അതും ഒന്ന് എന്നും കാണാനും വിഷ്വലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നോക്കാം. ആൻഡ് നെക്സ്റ്റ് വരുന്നത്, നമ്മളൊന്ന് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ആവാം. ഓക്കെ, നമുക്ക് നമ്മുടെ ബോഡി വൈസ് ഒന്ന് ക്ലീൻ ആക്കാം. നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യാം, വാർഡ്രോബ് ഒന്ന് ക്ലീൻ ചെയ്യാം. ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്ലീനിങ് ഒന്ന് ചെയ്യാം. സോ നമുക്കൊരു കംപ്ലീറ്റ് റിലാക്സേഷൻ കിട്ടും. നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ്, നമുക്ക് മൊത്തത്തിലൊരു ഡീക്ലട്ടറിങ് തന്നെയാണ്. ഇപ്പം പുറത്താണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെങ്കിലും നമ്മുടെ മനസ്സിലും ഒരു തരത്തിലുള്ളൊരു ക്ലീനിങ് ആണ് അവിടെ നടക്കുന്നത്. സോ അതൊന്ന് കംപ്ലീറ്റ് ആയിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡിജിറ്റൽ ഡീക്ലട്ടർ ചെയ്യാന്നുള്ളത്. നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങൾ, കുറേ വേണ്ടാത്ത ഗ്രൂപ്പുകൾ, അതുപോലെ മെയിൽസ്, ഇതൊക്കെ നോക്കിയിട്ട് ഇതിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. സോ നമുക്ക് ഫോൺ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അവിടെയും ഒരു ക്ലെൻലിനെസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, വേണ്ടാത്ത ഫോട്ടോസ്, അങ്ങനത്തെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. ആൻഡ്
നമ്മളെ ഫോണ് നമ്മൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്യുക. അതായത് മേ ബി ടൈമർ ഒന്ന് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കുക. അങ്ങനത്തെ ഫോണ് ഒന്ന് ഡീടോക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തെ കാര്യങ്ങളും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒന്ന് കംപ്ലീറ്റ് റീസെറ്റ് ചെയ്യുക. അതായത് ഞാൻ ഇപ്പം വർക്കൗട്ട് പ്ലാൻ ചെയ്തായിരുന്നു, അതായത് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്തു, ബട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ തൊട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, നമ്മൾ ഇപ്പം ജിമ്മിനാണെങ്കിൽ അതിന് ഉള്ള പ്ലാൻ ചെയ്യുക, അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ നെക്സ്റ്റ് വീക്ക് ഞാൻ ഇന്ന ഫുഡായിരിക്കും കഴിക്കുക എന്നുള്ളൊരു ഫുഡ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക, വർക്കൗട്ട് എന്ത് ചെയ്യും എന്നുള്ളത് പ്ലാൻ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടണം. നമ്മൾ ഒരു വീക്ക് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിന്റെ പ്രോപ്പർ ക്ലാരിറ്റി നമുക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മൈൻഡ് വൈസ് ഒന്ന് ക്ലീൻ ആവുക എന്നുള്ളതാണ്. അതുപോലെ ഒരു റീസെറ്റിംഗ് വരുമ്പോൾ നമ്മൾ പുതിയ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി മെന്റലി പ്രിപ്പയർ ആവണം എന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്നും മൈൻഡ് വൈസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് പ്ലാൻ ചെയ്യാം. മെഡിറ്റേഷനും പുതിയ അഫർമേഷൻസ് പ്ലാൻ ചെയ്യുക. ബിക്കോസ് നമ്മുടെ പുതിയ ഗോൾസിന് വേണ്ടിയിട്ട് എന്ത് അഫർമേഷനാണ് ഞാൻ എന്നും പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. അതൊന്ന് ജേർണലിൽ എഴുതി വെക്കുക. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പറ്റും. സോ മെയിനായിട്ടും നമ്മുടെ ഗോളിലേക്ക് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസും വിഷൻ ബോർഡും ഇതൊക്കെ റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒരു മാറ്റം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ മൈൻഡും കൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അപ്പോൾ അതും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ആൻഡ് മെഡിറ്റേഷന് വേണ്ടിയിട്ടാണെങ്കിലും ഒരു കറക്റ്റ് ടൈം ഫിക്സ് ചെയ്യുക. എവിടെ ഇരുന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യും എന്നുള്ളത് ഫിക്സ് ചെയ്യുക. അതുപോലെ നമ്മളിപ്പം പുറത്ത് പോകണം എന്നുള്ള, അതായത് ഇപ്പം പാർക്കിലൊക്കെ പോയി മെഡിറ്റേറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഏത് പാർക്കിൽ പോകും, ഏത് ടൈമിൽ പോകും, എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഈ ടൈം സെറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും, എന്തൊക്കെയാണ് ഞാൻ എണീറ്റ ഉടനെ ചെയ്യുക, കംപ്ലീറ്റ് ഒരു മോർണിംഗ് റൂട്ടീനും സെറ്റ് ചെയ്യുക, കൃത്യമായിട്ടുള്ളൊരു നൈറ്റ് റിച്വലും സെറ്റ് ചെയ്യുക. രാവിലെ എന്തൊക്കെ ചെയ്യും എന്നുള്ളതും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യും എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫ്ലോയിൽ ചെയ്തു പോകാൻ പറ്റുള്ളൂ. കൃത്യമായിട്ടൊരു റൂട്ടീൻ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്ലോയിൽ നമുക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ആ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫൈനാൻഷ്യൽ റീസെറ്റ് എന്നുള്ളത്. നമ്മുടെ ഫിനാൻസ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കുക. അപ്പം നമ്മുടെ മന്ത്ലി എക്സ്പെൻസസ് എങ്ങനെയുണ്ട്, നമ്മുടെ ഇൻകമും എക്സ്പെൻസും തമ്മിൽ ഒട്ടും റിലേറ്റബിൾ അല്ല, അല്ലെങ്കിൽ ഒരുപാട് എക്സ്പെൻസസ് വരുന്നുണ്ടോ, അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇരുന്ന് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും ഒന്ന് നോക്കുക. അതെന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് നെക്സ്റ്റ് ഓരോ ദിവസത്തെയും ഫൈനാൻസ് ഒന്ന് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ എവിടെയാണ് വേണ്ടാതെ ചെലവുകൾ വരുന്നതും എവിടെയാണ് ഞാൻ സൂക്ഷിക്കേണ്ടതായിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഡെയിലി എഴുതി വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് നമ്മൾ ഫോണിൽ ട്രാക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഫൈനാൻസും കൂടി ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ റിവാർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഹാബിറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോ ആഴ്ചയും ഞാൻ എൻ്റെ ഗോൾ ഇത്ര അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു കാര്യം ചെയ്തു കൊടുക്കും എന്നുള്ള രീതിയിൽ റിവാർഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ റിവാർഡ് എന്നുള്ളൊരു കാര്യം സെറ്റ് ചെയ്തിട്ട് അത് വർക്കൗട്ട് ആവും എന്നുണ്ടെങ്കിൽ, അതായത് ചിലർക്ക് റിവാർഡ് അത്രയും മോട്ടിവേറ്റിംഗ് ആവണം എന്നില്ല. അപ്പം നമുക്ക് മോട്ടിവേറ്റിംഗ് ആണ്. എനിക്കൊക്കെ പേഴ്സണലി എൻ്റെ റിവാർഡ്സ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ, അതായത് ഞാൻ ഒരു വീക്ക് ഷുഗർ കട്ട് ചെയ്താൽ ഞാൻ സൺഡേ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മളൊരു സിനിമയ്ക്ക് പോവോ, അങ്ങനെ ഒരു സെൽഫ് ഹഗ്ഗോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ റിവാർഡാണ് ആക്ച്വലി സെയിം നമ്മുടെ ഏറ്റവും വലിയ റീഇൻഫോഴ്സ്മെന്റ്. നമ്മളെ പുഷ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് റിവാർഡ്. ആ റിവാർഡ് നിർബന്ധമായിട്ടും സെറ്റ് ചെയ്യുക. ആൻഡ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു സെൽഫ് ഡേറ്റിനൊക്കെ പോവാം. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് നമ്മുടെ കൂടെയുള്ള ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മളോട് കുറേ നേരം സംസാരിക്കുക, ജേർണൽ ചെയ്യുക. നമ്മളെ എന്തൊക്കെ രീതിയിൽ നമുക്ക് നമ്മളെ ബെസ്റ്റ് ആക്കാൻ പറ്റുമോ, കെയർ ചെയ്യാൻ പറ്റുമോ, നമുക്ക് ലവ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ പ്രൊവൈഡ് ചെയ്യാം. സോ നമ്മുടെ കൂടെ നമ്മുടെ സോളും നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ആ ഒരു സ്നേഹവും ഒക്കെ
സെൽഫിന് കൊടുക്കുക. നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ചുറ്റുമുള്ളവരും നമ്മളെ സ്നേഹിച്ച് തുടങ്ങും എന്നാണ്. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഒന്ന് റീസെറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഈ ഏരിയാസിലൊക്കെ മെയിനായിട്ട് റീസെറ്റ് ചെയ്യുക. പിന്നെ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എല്ലാ ഏരിയാസിലും ഗോൾ സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും വെൽത്ത് ആണെങ്കിലും ഈ മെയിൻ ആയിട്ടുള്ള ഏരിയാസിലൊക്കെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഒരുപാട് എല്ലാ ഗോൾസിലും കൂടെ ഫോക്കസ് ചെയ്യാതെ ഒരു മന്ത് നമ്മൾ മെയിനായിട്ട് ഒരു ഗോളിലേക്ക് എന്നുള്ള രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ആൻഡ് ഓൾവേസ് എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ടാവണം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ഇയറിന്റെ നെക്സ്റ്റ് ഹാഫ് അടിപൊളി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്.